KSRTCയിൽ 10-ാം തീയതിക്ക് മുമ്പ് ഒറ്റത്തവണയായി ശമ്പളം നൽകുമെന്ന ഗതാഗത മന്ത്രിയുടെ ഉറപ്പ് പാഴായെന്ന് വാർത്ത. ശമ്പളവും ഓണാനുകൂല്യങ്ങളും ഇതുവരെ അവർക്ക് ലഭിച്ചിട്ടില്ല. ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് ജീവനക്കാരുടെ ഇപ്പോഴത്തെ തീരുമാനം. തുമ്പലയിട്ട് ഊണ് കഴിക്കേണ്ട ഞങ്ങൾ നീളമുള്ള ഇലയിട്ട് മൃതശരീരമായി കിടക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിൽ എംപ്ലോയീസ് സംഘ് ശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്കൊരു മാർച്ച് സൂചനയായി ഞങ്ങൾ നടത്തുന്നുണ്ട്. കേരളത്തിൻ്റെ 14 ജില്ലകളിലും തുടർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പണിമുടക്കിലേക്ക് തന്നെ പോകേണ്ട ഒരു സാഹചര്യം സർക്കാർ സൃഷ്ടിച്ചാൽ അതിലേക്കും ഞങ്ങൾ ചിന്തിക്കുമെന്നുള്ളതിന് മാറ്റമില്ല. BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി S. അജയ്കുമാറാണ് സംസാരിച്ചത്. അതേസമയം ഇന്ന് വൈകുന്നേരം തന്നെ ശമ്പള വിതരണം ചെയ്യാൻ കഴിയുമെന്നാണ് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. അഖിൽ ഷാ അൻസാർ വിശദാംശങ്ങളുമായി ചേരുന്നു. അഖിൽ ഷാ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഈ ഗതാഗത വകുപ്പ് മന്ത്രിയെ നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ ഈ ഉറപ്പ് ലഭിച്ചോ? നിലവിൽ ഈ മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ല എന്നുള്ള കാര്യം ഗതാഗത മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം ഇന്ന് വൈകിട്ടോടുകൂടി ശമ്പളം നൽകും എന്നുള്ളതാണ്. എന്തായാലും വൈകിട്ട് വരെ നമുക്ക് കാത്തിരുന്ന് തന്നെ, കാരണം ഇന്ന് ശമ്പളം ലഭിക്കുമോ എന്നുള്ളത്. നമുക്കറിയുന്നത് പോലെ തന്നെ KSRTCയിലെ തൊഴിലാളികൾ കാലങ്ങളായി നേരിടുന്നൊരു പ്രശ്നമാണ് ഇത്തരത്തിൽ ശമ്പളം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നൊരു കാര്യം. കൃത്യസമയത്ത് ശമ്പളം ലഭിക്കുന്നില്ല, ഗഡുക്കളായി ശമ്പളം ലഭിക്കുന്നു. അത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഈ KSRTCയിലെ തൊഴിലാളികൾ നേരിടുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഇപ്പോൾ അത് ഓണക്കാലമാണ്, 15-ാം തീയതി തിരുവോണമാകുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ശമ്പളം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന അറിയിപ്പ് 10-ാം തീയതിക്ക് മുൻപ് തന്നെ ശമ്പളം ഒറ്റ ഗഡുവായി തന്നെ ശമ്പളം നൽകും എന്നുള്ളതായിരുന്നു. പക്ഷേ അത് നടപ്പായില്ല. ഒപ്പം ഓണവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ അതൊന്നും തന്നെ ഇതുവരെ തൊഴിലാളികളിലേക്ക് എത്തിയിട്ടുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് KSRTC ജീവനക്കാർ നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ശമ്പളം 2 ഗഡുവായാണ് നൽകിക്കൊണ്ടിരുന്നത്, അത് ഒറ്റ ഗഡുവായി എന്നതായിരുന്നു മന്ത്രി ഗണേഷ് കുമാറിന്റെ വാക്ക്. പക്ഷേ അത് പാലിച്ചില്ല. ഒപ്പം ഓണത്തിന് അവർക്ക് അവരുടെ കുടുംബം പോറ്റാനുള്ള അല്ലെങ്കിൽ അവരുടെ മറ്റാവശ്യങ്ങൾ നിറവേറ്റാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ആകുമ്പോൾ വലിയ കഷ്ടപ്പാട് ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ നേരിടുന്നുണ്ട്. എന്തായാലും മന്ത്രിയും സർക്കാരും വാക്കു പാലിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ BMS അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ന് BMS ഉച്ചയ്ക്ക് 12 മണിക്ക് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. CMDയുടെ ഓഫീസിൽ നിന്നാണ് ഈ പ്രതിഷേധ മാർച്ച് തുടങ്ങുന്നത്. എന്തായാലും മന്ത്രിയോട് ബന്ധപ്പെട്ടപ്പോൾ ഇന്ന് വൈകിട്ടോടുകൂടി ശമ്പളം നൽകുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആനുകൂല്യങ്ങൾ, ഓണവുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങൾ എപ്പോഴേക്ക് നൽകാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ നിലവിലും ഒരു ഉറപ്പില്ല. ഏതെങ്കിലും തരത്തിൽ പണി മുടക്കി സമരം ചെയ്യേണ്ട സാഹചര്യം സർക്കാർ ഉണ്ടാക്കിയാൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യവും തൊഴിലാളികൾ അറിയിക്കുന്നുണ്ട്. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്.